നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. പച്ച കള്ളമായി പറയുന്നേ. രോഹിത്, മുഖം അടിച്ചു കൊടുക്കണേ ഇവക്കൊന്ന്. നമ്മളെല്ലാവരും നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട കാഴ്ച ഇവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. സത്യം പറയടി, ഡൽഹിയിൽ IAS ട്രെയിനിങ്ങിന് പോയപ്പോ ശാലിനിയുടെ കൂടെ അവനല്ലായിരുന്നു ഉണ്ടായിരുന്നത്, അക്ഷയ്. സത്യമേ അല്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. IAS ട്രെയിനിങ്ങിന് പോയിട്ടില്ലെന്നോ കൂടെ അവൻ താമസിച്ചിട്ടില്ലെന്നോ? നിങ്ങളെയൊക്കെ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തുക? വിഷ്ണുവേട്ടനോടല്ലാതെ മറ്റൊരാളുമായിട്ട് എന്റെ കുഞ്ഞേച്ചിക്ക് ഒരു ബന്ധവുമില്ല. അത് ഞാൻ ആരുടെ മുന്നിലും പറയാൻ തയ്യാറാ. മുഖത്ത് നോക്കി കള്ളം പറയുന്നോടി. ശ്യാമേ, സത്യയുടെ അച്ഛനായി വന്ന് അവാർഡ് വാങ്ങുക മാത്രമല്ല ചെയ്തേ, പ്രസംഗിക്കുകയും കുറെ അധിക സമയം അവിടെ ചെലവഴിക്കുകയും ചെയ്തെന്നാ അവിടെ ഉള്ളവർ പറഞ്ഞത്. അച്ഛനാണെന്നുള്ള സത്യം സമ്മതിച്ചതാ. പിന്നെ നീ ഇങ്ങനെ നടന്ന കാര്യങ്ങളെ എതിർത്ത് പറയുന്നത് എന്തുദ്ദേശത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. രോഹിത്തെ, എനിക്ക് എന്റെ കുഞ്ഞേച്ചി മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഈ പറയുന്നേ. ആരൊക്കെ സംശയിച്ചാലും ഞാൻ എന്റെ കുഞ്ഞേച്ചിയെ സംശയിക്കില്ല. ഇങ്ങോട്ട് മാറി നിൽക്കടി. ഇവള് പറയില്ല അതാരാണെന്നും എന്താണെന്നും. ഇതിനു മുൻപ് നടന്ന കഥകളും ഒക്കെ ഇവൾക്ക് അറിയാം. പക്ഷേ ശാരദാമ്മയുടെ മകളാ ഇവള്. കള്ളങ്ങൾ ഒളിപ്പിക്കാനും പറയാതിരിക്കാനും അമ്മ പഠിപ്പിച്ച 2 മക്കള്. അതുകൊണ്ട് നേരായ രീതിയിൽ ഇവളിൽ നിന്നും ഒരു സത്യവും പുറത്തു വരില്ല. എന്തൊക്കെയാ മോളെ കേൾക്കുന്നേ? ഈ പറയുന്നതൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഈ പറയുന്ന അക്ഷയ് എന്ന് പറയുന്ന ആളെ മോക്കറിയോ? ഞാൻ എങ്ങനെയാ ഈശ്വര ഇതിനൊക്കെ മറുപടി പറയുന്നത്? എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്റെ കുഞ്ഞേച്ചി ഒരു തെറ്റുകാരിയല്ല. വിഷ്ണുവേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ട് കിടക്കുന്ന ഒരു പാവമാ എന്റെ കുഞ്ഞേച്ചി. മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ കുഞ്ഞേച്ചി ജീവിതം നിർത്തടി. കിട്ടിയതൊന്നും പോരാ നിനക്ക്. നിന്റെ ഒരു കുഞ്ഞേച്ചി. ഇതിന്റെ സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയും. എന്റെ മോനെ വഞ്ചിച്ചോണ്ട് അവന്റെ കൂടെ ജീവിക്കാൻ കച്ചകെട്ടി നിൽക്കല്ലേ നിന്റെ കുഞ്ഞേച്ചി. എനിക്കതൊന്ന് കാണണോടി. സ്വന്തം വീട്ടിലെ ഇത്രയും വലിയ രഹസ്യങ്ങൾ നിനക്ക് അറിയില്ലെന്ന് പറയല്ലേ? ഇപ്പൊ എനിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. നീയും ചതിക്കുന്നുണ്ട്. നിന്റെ ഉള്ളിലും കള്ളത്തരങ്ങളുണ്ട്. ഇപ്പൊ സത്യയുടെ അച്ഛനെന്ന് പറഞ്ഞു വന്ന പോലെ നാളെ പപ്പിയുടെ അച്ഛനെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുവോടി? സത്യമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.